മലപ്പുറം ഒളവട്ടൂരിൽ നാട്ടുകാർ ചേർന്ന് കഴിഞ്ഞ ദിവസം ഒരു ബിരിയാണി ചലഞ്ച് നടത്തി. അതിലിപ്പോൾ എന്തായിരിക്കുന്ന ബിരിയാണി ചലഞ്ചിൽ എന്ന് ചോദിക്കാൻ വരട്ടെ. ഒരു അതിഥി തൊഴിലാളിയുടെ ചികിത്സയ്ക്കായിട്ടായിരുന്നു അവരുടെ ഈ ഉദ്യമം. ചികിത്സ മാത്രമല്ല, പുനരധിവാസവും ഈ പരിപാടിയിലൂടെ വേണം. ആ കഥയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അതിൻ്റെ ഫലവും എന്തായി എന്നറിയണ്ടേ. ആസാം സ്വദേശി ഷാജഹാൻ അലി 10 വർഷമായി ഒളവട്ടൂരിലാണ് താമസം. 5ലും 3ലും പഠിക്കുന്ന 2 പെൺമക്കളും ഭാര്യയും മാതാവുമുണ്ട് കൂടെ. തെങ്ങുകയറ്റമായിരുന്നു ജോലി. 1 വർഷം മുന്നേ തെങ്ങുകയറ്റ ജോലിക്കിടെ ഷാജഹാൻ അലി ഷോക്കേറ്റ് വീണ് നട്ടലിന് ക്ഷതമേറ്റു. തളർന്ന് കിടപ്പിലായി. മരുന്നും ഭക്ഷണവും വീടിന്റെ വാടകയും ഒക്കെ നാട്ടുകാരാണ് വഹിക്കുന്നത്. अस्सलाम वालेकुम। और हमको इधर टोनिकल पारा में 8 साल हो गया। अभी इधर हम पहले पेंटिंग का काम था, बाद में नारियल का काम में आया और नारियल का पैर में करंट का शॉट आया, बाद में नीचे गिर गया। अभी इधर 1 साल हो गया। अभी बाद में इधर टोनिकल पारा का आदमी हमको हेल्प किया, खाना दिया। ആസാമിലേക്ക് തിരികെ പോകാൻ ഷാജഹാൻ അലിക്ക് ആഗ്രഹമുണ്ടെങ്കിലും താമസിക്കാൻ നാട്ടിൽ വീടില്ല. ഇതോടെയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ പുനരധിവാസത്തിനും ചികിത്സയ്ക്കുമായി ബിരിയാണി ചലഞ്ച് നടത്തിയത്. 8600 പാക്കറ്റ് ബിരിയാണി ഉണ്ടാക്കി പ്രദേശത്താകെ വിറ്റു. 8 ലക്ഷത്തോളം രൂപ സമാഹരിച്ചു. കഴിഞ്ഞ 1 വർഷക്കാലമായി തെങ്ങിൽ നിന്ന് ഷോക്കേറ്റ് വീണ് അരക്ക് താഴെ തളർന്നു കിടക്കുന്ന ഷാജഹാൻ അലി എന്ന ആസാം സ്വദേശിയുടെ വീട് നിർമ്മാണവും അവരുടെ കുടുംബത്തിന്റെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമ്പത്തികം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ചാലഞ്ച് സംഘടിപ്പിച്ചത്. അവരുടെ വീട് നിർമ്മാണത്തിനുള്ള ഫണ്ട് കണ്ടെത്തൽ പ്രധാന അജണ്ടയാക്കിയിട്ടുള്ളതാണ് ഈ ബിരിയാണി ചാലഞ്ച്. ബിരിയാണി ഉണ്ടാക്കാൻ ആവശ്യമായ മുഴുവൻ വിഭവങ്ങളും സുമനസുകൾ സംഭാവന ചെയ്തു. പാകം ചെയ്യലും പാക്ക് ചെയ്യലും വിതരണവുമൊക്കെ നാട്ടുകാർ തന്നെ. മലപ്പുറത്തിന്റെ സഹജീവി സ്നേഹത്തിന്റെ മറ്റൊരു ഉദാഹരണം മാത്രം. സമീർ ബിൻ കരീം, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.